അടുത്തതായിട്ട് നമ്മൾ റോവിനെ ബേസ് ചെയ്ത് തന്നെ എങ്ങനെയാണ് റോ ആഡ് ചെയ്യുന്നത് അതേമാതിരി ഡിലീറ്റ് ചെയ്യുന്നത് എന്നാണ് പഠിക്കുന്നത്. റോ ആഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ നമുക്ക് DF1 എന്ന് പറഞ്ഞിട്ടൊരു ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്തു. അതേപോലെ DF2 എന്ന് പറഞ്ഞിട്ട് വേറൊരു ഡാറ്റ ഫ്രെയിമിനെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് DF1.append എന്ന ഫംഗ്ഷൻ ചെയ്യുമ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് ജോയിൻ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്നിട്ട് അത് പ്രിന്റ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇത് രണ്ടും കൂടി ഒരുമിച്ചായിട്ട് പ്രിന്റ് ആവുന്നു. അതേപോലെ റോ ഡിലീഷനിൽ DF1.drop0 എന്ന് പറഞ്ഞാൽ ലേബൽ 0 ആയിട്ടുള്ള റോയിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. അപ്പൊ ഡ്രോപ്പ് കമാൻഡ് ആണ് യൂസ് ചെയ്യുന്നത് റോ ഡിലീറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ റോകൾ നമുക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ, അതായത് ആഡ് ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ അപ്പെൻഡ് ഫംഗ്ഷൻ ആണ്. അതാണ് നമ്മളിവിടെ പഠിച്ചത്. അപ്പോൾ അപ്പെൻഡ് ഫംഗ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഡ്രോപ്പ് ഫംഗ്ഷൻ. ഈ രണ്ട് ഫംഗ്ഷൻസും നമുക്ക് ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അപ്പെൻഡ് ഫംഗ്ഷനിലൂടെ ആഡിങ് നടക്കുന്നു, ഡ്രോപ്പ് ഫംഗ്ഷനിലൂടെ ഡിലീഷൻ.